ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചുവപ്പ് നിറ റോസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ ഷാരോണിലെ റോസാപ്പൂവും താഴ്വരയിലെ താമരപ്പൂവുമാണ്. ഒരു കൊച്ചു പെൺകുട്ടി എല്ലാ ദിവസവും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് മനോഹരമായ ഒരു റോസാപ്പൂ കൊണ്ടുവരുമായിരുന്നു. അവളെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ച അദ്ദേഹം ആ റോസാപ്പൂവിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് തൻ്റെ കോട്ടിൽ വയ്ക്കുമായിരുന്നു. ക്രമേണ അദ്ദേഹത്തിന് റോസാപ്പൂക്കളോട് വലിയ ഇഷ്ടം തോന്നി. അതിനാൽ അദ്ദേഹം തൻ്റെ വീടിന് പിന്നിൽ മനോഹരമായ ഒരു റോസാപ്പൂ പൂന്തോട്ടം സൃഷ്ടിച്ചു. ധരിക്കാൻ എല്ലാ ദിവസവും തൻ്റെ പ്രിയപ്പെട്ട റോസാപ്പൂ പറിച്ചെടുക്കുമായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ തോട്ടക്കാരൻ കയ്യിൽ ഒരു റോസാപ്പൂവുമായി ഓടി വന്ന് നിലവിളിച്ചു, ബാബുജി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുഷ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദയവായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക, അതെടുത്ത് ധരിക്കുക. അയ്യോ, ഷാരോണിലെ സ്വർഗീയ റോസ് അദ്ദേഹം ധരിച്ചിരുന്നില്ല. അത് മാത്രമാണ് നിത്യമഹത്വം നൽകുന്നത്. റോസാപ്പൂവിന് ചുമപ്പ് നിറമുണ്ട്. യേശുവിൻ്റെ രക്തത്തെയും അവൻ്റെ ത്യാഗത്തെയും കാൽവറിയിലെ മരണത്തെയും അത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. മറുവശത്ത് താമരപ്പൂ വെളുത്തതാണ്. അത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധത്തെയും വിശുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു. തീർച്ചയായും അവൻ വെളുത്തതും ചുമപ്പും നിറമുള്ളതല്ലേ. ഒരിക്കൽ ഞാൻ യെരുശലേമിലെ ഗെത്സമനയിലെ പൂന്തോട്ടം സന്ദർശിച്ചപ്പോൾ യേശു രക്തതുല്യമായ വിയർപ്പ് തുള്ളികൾ ചൊരിഞ്ഞ സ്ഥലത്ത് മനോഹരമായ സിന്ദൂരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ക്രിസ്തുവിൻ്റെ രക്തം അവിടെ തളിച്ചതുപോലെ അവ കാണപ്പെട്ടു. ആ സ്ഥലത്ത് കർത്താവിൻ്റെ സ്നേഹത്തെയും കാൽവറിയിൽ വെളിപ്പെടുത്തിയ സ്നേഹത്തെയും കുറിച്ച് ഞാൻ ആഴത്തിൽ ധ്യാനിച്ചു. കാൽവറിക്കുന്നിൽ അവൻ അടിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു. അവൻ തൻ്റെ വിലയേറിയ രക്തമെല്ലാം ചൊരിഞ്ഞു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം വിലപ്പെട്ടവരാകാൻ വേണ്ടി അവൻ എത്ര ശ്രദ്ധേയമായ ത്യാഗമാണ് ചെയ്തത്. അസഹനീയമായ കഷ്ടപ്പാടുകൾ അവൻ സഹിച്ചെങ്കിലും നിരവധി കുട്ടികളെ മഹത്വത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ സന്തോഷം നിമിത്തം അവൻ്റെ മുഖം ഷാരോണിലെ റോസാപ്പൂ പോലെ വിരിഞ്ഞു. അവൻ അസ്വസ്ഥനായില്ല, ഭയപ്പെട്ടില്ല. നമ്മൾ എവിടെ പോയാലും ഷാരോണിലെ റോസാപ്പൂ നമ്മോടൊപ്പം കൊണ്ടുപോകാം. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മോടൊപ്പം കൊണ്ടുപോകാം. നമ്മുടെ ജീവിതത്തെ അവനു വേണ്ടി ഒരു മധുര സുഗന്ധമാക്കാം. അപ്പോൾ നമ്മൾ സന്തോഷത്താൽ നിറഞ്ഞു വരും. എല്ലാ അനുഗ്രഹങ്ങളാലും സമ്പന്നരുമായ ആളുകളായിരിക്കും. ഒരു റോസാപ്പൂ എടുത്ത് കൈകൊണ്ട് ചതച്ചാലും കാൽക്കീഴിൽ ചവിട്ടി മെതിച്ചാലും അത് നിങ്ങളുടെ കൈകാലുകൾക്ക് സുഗന്ധം പരത്തും. ദൈവമക്കളെ, വിദ്വേഷമുള്ളിടത്ത് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം. കയ്പും മുറിവുകളും ഉള്ളിടത്ത് നമുക്ക് ക്ഷമ കാണിക്കാം. സംശയമുള്ളിടത്ത് നമുക്ക് വിശ്വാസം പ്രകടിപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിൽ നമ്മെ എപ്പോഴും വിജയത്തിലേക്ക് നയിക്കുന്നവനും നമ്മിലൂടെ എല്ലായിടത്തും തൻ്റെ അറിവിൻ്റെ സുഗന്ധം പരത്തുന്നവനുമായ ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചുപോകുന്നവരുടെ ഇടയിലും നാം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ന്യായാധിപന്മാർ 16, 17, 18 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 7-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.